നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ഡെലിവറി ബോയ് വീട്ടിൽ വിടുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഇവരെ പുറത്ത് നിർത്തുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ കയ്യിലിരിപ്പാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ചെന്നൈയിൽ ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ആണ് അത് സംഭവം നടക്കുന്നത്. ഒരു ഡെലിവറി ബോയ് ഓൺലൈനായിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. വീട്ടിൽ വന്നിട്ട് അവിടുത്തെ യുവതിനെ പീഡിപ്പിച്ചത്. അപ്പം അതാണിപ്പം ചർച്ചാ വിഷയം. അപ്പോൾ എന്താണെന്ന് നമുക്ക് വിശദമായിട്ടുള്ള ആ വാർത്ത കേട്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഓൺലൈനായിട്ട് പിന്നെ ഈ സാധനങ്ങൾക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ 31കാരി യുവതിയാണ്, ഭർത്താവും ഇവരും കൂടി താമസിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് പുറത്ത് പോയ വഴിക്കാവും ഇവൻ കയറി വരാൻ സാധ്യത. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇവരെ ശരിക്കും അങ്ങ് നശിപ്പിച്ചു. ബാക്കിയും കൂടി കേൾക്കാം. കണ്ട, വെള്ളം വേണമെന്ന് പറഞ്ഞു അവിടെ വന്നിട്ട് ഓൺലൈനായിട്ട് സാധനമായിട്ട് വന്നു. അവിടെ വന്നിട്ട് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ അടുക്കളയിലോട്ട് വെള്ളം എടുക്കാൻ കയറി. അപ്പോൾ ഇവൻ പുറകെ പോയി അവിടുന്ന് ശരിക്കും ഇവരെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? എന്നാണ് ഇപ്പോൾ പറയുന്നത്, വാർത്ത പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ആളുകളുണ്ട്, ഒരുപാട് ഞരമ്പന്മാർ രോഗികളുണ്ട് ഇങ്ങനെ വരുന്നവർ. അപ്പോൾ ഇവരൊക്കെ എന്ത് വിശ്വസിച്ചാൽ നമ്മൾ വീട്ടിൽ കയറ്റുക? അപ്പോൾ അതാണ് പറഞ്ഞത്, ഇവരെക്കൊണ്ട് ഭയങ്കര റിസ്ക് തന്നെയാണ്. കാരണം ഇവനെയൊക്കെ ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റത്തില്ല. കാരണം ഒരു ഫ്ലാറ്റിലൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്താണ് നിർത്തുക, ഇവന്മാരെ പുറത്താണ് നിർത്തുക. മനസ്സിലായില്ലേ? ബാക്കിയും കൂടി കേൾക്കാം. കണ്ട, ഓൺലൈനായിട്ട് ഇവൻ അവിടെ വന്ന് ഇവൻ പീഡിപ്പിച്ചതിന് ശേഷം യുവതി ബഹളം വെച്ചപ്പോൾ ഇവൻ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അവനെ ഇവൻ്റെ ഈ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ പിടിച്ചതിന് ശേഷമാണ് ഇവനെ പിടികൂടിയത്. എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്, ഈ ഞരമ്പ് കഴപ്പ് മൂത്ത് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പാടുമായിട്ടാണ്. ഇവനൊന്നും ശരിക്കും ഒരു വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലെന്നേ, വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല. അതല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ പെണ്ണുങ്ങളെ പീഡിപ്പിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം മോഷ്ടിച്ചുകൊണ്ട് പോവുക. ഇതിനു മുൻപ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കണ്ടില്ലേ? ഇതിപ്പം ഇത് പിന്നെ ഏഷ്യാനെറ്റിൽ ആണ് ഈ ന്യൂസ് കേൾക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലുള്ള ഡെലിവറി ബോയ്കൾ ഒരുപാടുണ്ട്. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാണെന്ന് പറയുന്നത്. എന്തായാലും കുഴപ്പമില്ല. ഞാൻ പോലീസിൻ്റെ അറസ്റ്റ് ഇപ്പം എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല. കാരണം ഇവനൊന്നും പുറം ലോകം കാണരുത്. ഇവനൊക്കെ ശരിക്കും എന്താ വെച്ചാൽ ഗൾഫിൽ നിയമം അവിടെ കൊണ്ടുപോകുന്നുണ്ട്. ഇവനൊന്നും മേലാൽ ഈ പരിപാടി ചെയ്യരുത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന നാട്ടിൽ. ഒരാൾക്കൊരു പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ പ്രായമായ സ്ത്രീകൾക്കോ ഒന്നും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. വീണ്ടും ഒരു വാർത്തയായിട്ട് പിന്നെയും കാണാം.